ഈ ഓണത്തിന് കൈനിറയെ ഓണക്കോടികൾ വേണോ? വിലയോർത്തിനി വിഷമിക്കേണ്ട. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട്. ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റൈൽസ്. ടോപ്പ് എക്സ് ലേഡീസ് കിഡ്സ് വെയർ ആൻഡ് ഫാൻസി, കിള്ളിമംഗലം, ഉതുവടി. ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ തുലാമാസ തിരുവോണാഘോഷ നോട്ടീസ് പ്രകാശനം ചെയ്തു. പൂജകളും അന്നദാനവുമായി പാഞ്ഞാൾ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ സജീവം. അതിരാത്ര ഭൂമിയായ പാഞ്ഞാളിന്റെ അതിദേവസ്ഥാനമായ ശ്രീ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ തുലാമാസത്തിലെ തിരുവോണ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. 2025 ഒക്ടോബർ 30 നടക്കുന്ന തിരുവോണ ആഘോഷത്തിന് മുന്നോടിയായുള്ള നോട്ടീസ് ഇന്ന് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു. ക്ഷേത്ര മേൽശാന്തിമാരായ രാമൻ നമ്പൂതിരി, സതീശൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് ദേവസ്വം മാനേജർ നീലകണ്ഠൻ നമ്പൂതിരിക്ക് നോട്ടീസ് കൈമാറിയായിരുന്നു പ്രകാശനം. പിറന്നാളായിട്ടുള്ള തിരുവോണം, തുലാമാസ തിരുവോണം അതിഗംഭീരമായിട്ട് ഗംഭീര സദ്യയോടുകൂടി ഈ തിരുവോണത്തെ കമ്മിറ്റി നടത്തി വരികയാണ്. പാഞ്ഞാളപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ വർഷവും അതിഗംഭീരമായിട്ട് ഈ തിരുവോണാഘോഷം നടത്താൻ പാഞ്ഞാളപ്പനെ അനുഗ്രഹിക്കുന്നു. കൺവീനർ ഗോപിനാഥൻ മുല്ലയ്ക്കൽ, തിരുവോണാഘോഷ കമ്മിറ്റി അംഗങ്ങളായ പുഷ്പാകരൻ, സന്ദീപ്, രതീഷ്, മുത്തുകുമാർ എന്നിവർ ഉൾപ്പെടെ ഒട്ടേറെ ഭക്തജനങ്ങൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തിരുവോണാഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ 28, 29 തീയതികളിലായി പ്രസാദശുദ്ധി, ഗണപതി ഹോമം, വാസ്തുകലശാഭിഷേകം തുടങ്ങിയ വിശേഷാൽ പൂജാ ചടങ്ങുകൾ നടക്കും. ഭഗവാന്റെ പിറന്നാൾ ദിനമായ ഒക്ടോബർ 30 ഉദയാസ്തമന പൂജ, നവകം, പഞ്ചഗവ്യം എന്നിവയും ഉണ്ടാകും. ഉച്ചപൂജയ്ക്ക് പാർവള്ളി മാല ചാർത്തൽ, പ്രത്യേക പാൽപായസ നിവേദ്യം എന്നിവയും പ്രധാനമാണ്. അന്നേ ദിവസം രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ ഊട്ടുപുരയിൽ തിരുവോണ സദ്യയും ഒരുക്കും. മംഗല്യഭാഗ്യത്തിനും സന്താനലബ്ധിക്കും വഴിപാടുകൾ ചെയ്യാൻ ഈ ദിവസം ഏറെ വിശേഷമാണ്. വൈകിട്ട് രഞ്ജിത്ത് പാഞ്ഞാൾ അവതരിപ്പിക്കുന്ന തായമ്പകയും അരങ്ങേറും. പാഞ്ഞാളപ്പ ശരണം. ഈ വരുന്ന ഒക്ടോബർ 30 വ്യാഴാഴ്ച പാഞ്ഞാളപ്പൻ്റെ പിറന്നാളാഘോഷം എല്ലാ വർഷത്തെയും പോലെ വളരെ ഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. തിരുവോണസദ്യയും അതുപോലെ തന്നെ വൈകിട്ട് തായമ്പക, ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക, ചുറ്റുവിളക്ക് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും പാഞ്ഞാളപ്പൻ്റെ സന്നിധിയിൽ ഒത്തുചേർന്ന് തിരുവോണാഘോഷം വളരെ ഗംഭീരമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. CCV ന്യൂസ്, പാഞ്ഞാൾ.